എവിടുന്ന ഈ വെള്ളം വീഴുന്ന സൗണ്ട് കേൾക്കുന്നേ? ടാങ്ക് നിറഞ്ഞാ? ഡി വെള്ളം തുറന്ന് നടക്കുന്ന കണ്ടില്ലേടി? ചുമ്മാ അല്ല കഴിഞ്ഞ മാസം കറണ്ട് ബില്ല് ഇത്ര ആയത്. അതമ്മ ഞാൻ തുണി കഴുകാനായിട്ട്. തുണി കഴുകാനായിട്ട് എത്ര മണിക്കൂറായിട്ട് ആ പൈപ്പ് തുറന്നു കിടക്കുന്നതാന്ന് നീ കണ്ടായിരുന്നോടി? 1.5 ടാങ്ക് വെള്ളം അങ്ങ് തീർത്തവള്. അത് അമ്മ കണ്ടായിരുന്നെങ്കിൽ അമ്മയ്ക്ക് അങ്ങ് ഓഫ് ചെയ്തുകൂടായിരുന്നോ? ഓടി നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ട് നിർത്തിയിരിക്കുവല്ലേ എന്നെ, നിന്റെ പുറേ നടന്ന് ജോലി ചെയ്തു തരാൻ. അവളെന്നെ വേലക്കാരിയാക്കാൻ വന്നേക്കുന്നു. എന്തുവാ പ്രശ്നം? എന്റെ പൊന്ന് ചേട്ടാ, നമ്മുടെ മരുമോടെടുത്തേ ആ പൈപ്പ് ഒന്ന് അടച്ചു വെക്കാൻ പറഞ്ഞപ്പോഴത്തേന് അവൾ എന്നെ മണ്ടയ്ക്ക് കുതിര കയറുന്നു. ഇന്നലെ തന്നെ 1 രൂപ പാൽ അവൾ അടുപ്പത്ത് വെച്ച് ആ പാലും കരിഞ്ഞ് പാത്രവും കരിഞ്ഞ്. ഞാൻ ഇത് വല്ലോ നിങ്ങളോട് പറയുന്നോ? അതെങ്ങനാ? എന്തേലും കാര്യത്തിൽ അവക്ക് ശ്രദ്ധയുണ്ടോ? ശ്രദ്ധ ഉണ്ടായിരുന്നെങ്കിലേ ആറ്റുനൂറ്റ് കിട്ടിയ കുഞ്ഞിനെ അവൾ ഇല്ലായ്മ ചെയ്യുമായിരുന്നോ? എല്ലാം എന്റെ കൊച്ചിന്റെ വിധി. നീ എന്തിനാണ് ഓരോന്ന് പറഞ്ഞാ കൊച്ചിനെ വിഷമിപ്പിക്കുന്നേ? അയ്യോ, ഞാൻ എന്താ പറഞ്ഞു വിഷമിപ്പിച്ചെന്നാ? എടി അത് പിന്നെ അലസിപ്പോയ കാര്യമൊക്കെ പറഞ്ഞ കൊച്ചിന് വിഷമാവത്തില്ലയോ? പിന്നെ അത് പിന്നെ അവിടെ കയ്യിലിരിപ്പുണ്ട്. രാവിലെ തൊട്ടോളങ്ങ് തുടങ്ങുമല്ലോ ഇൻസ്റ്റാഗ്രാമിനകത്ത് ആട്ടവും പാട്ടും കൂത്തും. അതിനൊന്നും നമുക്ക് ഒരു കുഴപ്പവും മറവിയില്ല. അങ്ങനെയൊക്കെ തുള്ളിയിട്ടാണ് അത് അങ്ങനെ അലസിപ്പോയത്. എടി ഇതൊക്കെ ഇപ്പൊ സർവ്വസാധാരണ ഇല്ലയോ? നമ്മുടെ മോൾക്ക് നോക്ക്, ആദ്യം ഇങ്ങനെ അല്ലായിരുന്നോ? നമ്മുടെ കൊച്ചിന്റെ അങ്ങനെയൊന്നും അല്ലായിരുന്നു. ഡോക്ടർ പറഞ്ഞായിരുന്നല്ലോ അവക്ക് അസുഖം വന്നു പോയതാന്ന്. അതിപ്പോ ഇതും ഡോക്ടർ പറഞ്ഞായിരുന്നല്ലോ എന്തോ ഒരു കാരണം. നിങ്ങൾ ചുമ്മാ അവക്ക് വക്കാലത്തും പിടിച്ച് എന്റെ മുന്നിലോട്ട് തരരുത് കേട്ടോ. എന്തോടാ ഒരു കയ്യിലൊരു പൊതിയുണ്ടല്ലേ? അതൊരു സാരി. നോക്കട്ടെ, നീ നോക്കട്ടെ. കൊള്ളാം, നല്ല കളറാ. ഞാൻ അവക്ക് അവിടെ കാര്യം പറയാനാ ഞാനിവിടെ ഇരിക്കുന്നത്. എന്റെ പെണ്ണുമ്പിള്ളയുടെ അടുത്ത് മര്യാദയ്ക്ക് ജീവിച്ചോളാൻ പറ കേട്ടോ. എന്തോ പറ്റിയെന്നോ? അവള് വെള്ളം തുറന്ന് വിട്ട് ടാങ്ക് മൊത്തം നിറച്ച് കളയുന്നു, പിന്നെ പാലെടുപ്പത്ത് വെച്ച് പാത്രം കരിക്കുന്നു. അവൾ എന്തൊക്കെയാ ഇവിടെ കാണിക്കുന്നത്? ഒരു ഗർഭം അലസിപ്പോയെന്ന് പറഞ്ഞ അവളങ്ങ് അഭിനയിക്കുന്നത്. അവിടെ രീതി മട്ടും കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നു ഞാൻ അവിടെ ഗർഭം അലസിപ്പിച്ചെന്ന്. എന്തേലും പറയാൻ വെക്കുവോ? ചാടി ഇങ്ങനെ മണ്ടയ്ക്കൊന്ന് കേറുന്നില്ലേ പൂതന? മാനസികമായിട്ട് തകർന്നിരിക്കുകയാണ്. അവക്ക് മാനസിക രോഗമാ. അവക്ക് മാനസിക രോഗമാടാ. എന്തൊക്കെയാ അമ്മ പറയുന്നേ? ഓ, ഞാൻ പറയുന്നതിനകത്താ കുറ്റം ഇല്ലേ? അച്ഛനും മോനും അല്ലെങ്കിൽ ഞാൻ പറയുന്നത് എന്നും കുറ്റമാണല്ലോ. ഞാൻ എന്നും കുറ്റം, എല്ലാവർക്കും കുറ്റം. ഇനി ഒന്നും പറയുന്നില്ലടാ. നീ ആയി, നിന്റെ കുടുംബമായി, നിന്റെ ഭാര്യയായി, നിങ്ങളായി സന്തോഷമായിട്ട് ജീവി. ഞാൻ സംസാരിച്ചോളാം അവള്. അമ്മ ഒന്നും മിണ്ടാതിരിക്കും. നീ സംസാരിച്ചോണ്ടാ മതി. എന്തുവാ ഇവിടെ പ്രശ്നം? എന്ത് പ്രശ്നം? അമ്മ എന്തൊക്കെയോ കിടന്ന് പറയുന്നുണ്ടല്ലോ. ഞാൻ എന്ത് പറയാനാ ചേട്ടാ? ഞാൻ എത്ര ഒതുങ്ങിപ്പോയാലും അമ്മ ഓരോന്ന് പറഞ്ഞ് എന്റെ തോളി കയറും. എടി നീ കുറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോണ്ടേ? ചേട്ടാ, എന്നെ കൊണ്ട് പറ്റുന്നതിന്റെ പരമാവധി ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി എന്നെ കൊണ്ട് പറ്റത്തില്ല. എനിക്ക് മാത്രമേ ഉള്ളൂ കുറ്റം. പക്ഷെ ഞാൻ നിന്നെ കുറ്റപ്പെടുത്തി പറയുന്നതല്ല. ചേട്ടന് വലിയ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ പൊക്കോളാം. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് തന്നെയാ നല്ലത്. അമ്മ നാളെ വെളുപ്പിനെ ഞങ്ങളങ്ങ് പോവും കേട്ടോ. അവളുടെ വീട്ടില് അവള് കുറച്ച് ദിവസം അവിടെ പോയി നിൽക്കട്ടെ. പിന്നെ ഇവിടുത്തെ പണിയൊക്കെ ആര് ചെയ്യും? എന്താ? അല്ല പിന്നെ ഇവിടെ പാവം അല്ലയോടാ കൊച്ചിനെ മനസ്സ് വിഷമിപ്പിക്കണ്ട. നീ അതങ്ങ് കാണാം. അല്ല, ശരിയാവത്തില്ല അമ്മ. അവള് കുറച്ച് ദിവസം അവിടെ പോയി നിൽക്കട്ടെ. ഇവിടെ പൊരുത്തപ്പെട്ടു പോകാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ അവള് കുറച്ച് ദിവസം അവിടെ പോയി നിൽക്കട്ടെ. ശരിയമ്മ. അങ്ങനെ പറഞ്ഞതുപോലെ അടുത്ത ദിവസം രാവിലെ ഞങ്ങൾ യാത്ര തിരിച്ചു.
പക്ഷേ ഞങ്ങൾ പോയത് അവളുടെ വീട്ടിലേക്കല്ല, മറ്റൊരിടത്തേക്കാണ്. അതെ, ഞങ്ങൾ ഏസാസിലേക്കാണ് വന്നത്. മലപ്പുറം മഞ്ചേരിയിലെ പ്രസിദ്ധ ആയുർവേദ സ്ഥാപനമായ സൗപർണിക ആയുർവേദയുടെ പുതിയ സംരംഭമാണ് ഏസാസ് പോസ്റ്റ്നേറ്റൽ കെയർ. പ്രസവാനന്തര ശുശ്രൂഷ എന്ന് പറയുന്നത് പ്രസവിച്ച സ്ത്രീകൾക്ക് മാത്രമല്ല, മിസ്കാരേജ് സംഭവിച്ചവർക്കും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ആയുർവേദ ചികിത്സയോടൊപ്പം തന്നെ അമ്മയുടെ മാനസികാവസ്ഥ, പ്രകൃതി എല്ലാം കണക്കിലെടുത്താണ് ഇവിടെ ട്രീറ്റ്മെന്റ് നൽകുന്നത്. പോസ്റ്റ് ഡെലിവറിയും പോസ്റ്റ് മിസ്കാരേജ് കേസുകളിലും അമ്മമാർക്ക് വേണ്ട ഇമോഷണൽ സപ്പോർട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റുമാരിലൂടെ നൽകുന്നത് ഇവരുടെ പ്രത്യേകതയാണ്. സൗപർണിക ആയുർവേദയുടെ സ്വന്തം പ്രൊഡക്ഷൻ യൂണിറ്റിൽ ഉൽപ്പാദിപ്പിക്കുന്ന കസ്റ്റമൈസ് ചെയ്ത മരുന്നുകളാണ് ട്രീറ്റ്മെന്റിനായി ഉപയോഗിക്കുന്നതെന്നതും ഇവിടുത്തെ ഒരു സവിശേഷതയാണ്. ദൂരെയുള്ളവർക്ക് ഏസാസിൽ ഫാമിലിയായി വന്നു നിന്ന് ട്രീറ്റ്മെന്റ് എടുക്കുവാനുള്ള അപ്പാർട്ട്മെന്റ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. 8 കിലോമീറ്റർ ചുറ്റളവിൽ ഉള്ളവർക്ക് അവരുടെ വീടുകളിൽ പോയും സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പേരിന്റെ അർത്ഥം പോലെ ഏസാസ് ഒരു ഫീലിംഗ് തന്നെയാണ്. ഒന്നിനെ കൊണ്ടുപോടി. അപ്പൊ ഇതോ? ചൂട്ടി സുന്ദരമാടി തള്ളിപ്പ സുന്ദര വരിസൈ പൂവും